പൂനെയിൽ മരിച്ച യുവ ചാർട്ടേഡ് അക്കൗണ്ട് അന്ന സെബാസ്റ്റ്യൻ നേരിട്ടത് കടുത്ത ജോലി സമ്മർദ്ദമെന്ന് അന്നയുടെ സുഹൃത്ത് ആൻമേരി. 18 മണിക്കൂർ വരെ അന്നയ്ക്ക് ജോലി ചെയ്യേണ്ടി വന്നുവെന്ന് ആൻമേരി 24-നോട് വെളിപ്പെടുത്തി. കമ്പനിക്ക് അയച്ച കത്ത് ചോർന്നതിൽ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ച് കമ്പനി. അതിനിടെ ജോലി സമ്മർദ്ദം മൂലമാണ് അന്നയുടെ മരണമെന്ന മാതാപിതാക്കളുടെ ആരോപണം നിഷേധിച്ച കമ്പനി ചെയർമാൻ രാജീവ് ബേമാനി രംഗത്തെത്തി. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്ന അന്ന സെബാസ്റ്റ്യൻ മരണത്തിന് കീഴടങ്ങിയത് അമിത ജോലിഭാരം മൂലമുണ്ടായ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് പുറം ലോകം അറിഞ്ഞത് അമ്മ അനിത അഗസ്റ്റിൻ അന്നയുടെ കമ്പനി മേധാവിമാർക്ക് അയച്ച കത്തിനെ തുടർന്നാണ്. അനിത അഗസ്റ്റിന്റെ ആരോപണം ശരിവെക്കുന്നതാണ് അന്നയുടെ സുഹൃത്ത് ആൻമേരിയുടെ വെളിപ്പെടുത്തൽ. 18 മണിക്കൂർ വരെയാണ് അന്ന ജോലി ചെയ്തിരുന്നത്. ശനി ഞായർ ദിവസങ്ങളിലും അവധിയെടുക്കാതെ ജോലിയെടുത്തു. തൊഴിൽ സമ്മർദ്ദം കാരണം ജോലി ഉപേക്ഷിക്കാനോ നാട്ടിലേക്ക് സ്ഥലം മാറ്റം വാങ്ങാനോ അന്ന സെബാസ്റ്റ്യൻ ആലോചിച്ചിരുന്നതായി ആൻമേരി 24-നോട് പറഞ്ഞു. ഉറപ്പായിട്ടും പ്രഷർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. കാരണം ഇവൾക്ക് 4-5 മണിക്കൂറാണ് ഉറങ്ങുന്നത്. രാത്രികളിലും കോൾസ് വന്നതായിട്ട് പിന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അസിസ്റ്റന്റ് മാനേജറിന്റെ കോൾസ് ഒക്കെ വരുന്നുണ്ട് രാത്രി. മാനേജർ ആണെങ്കിലും രാവിലെ റിവ്യൂ ചെയ്യേണ്ട സാധനം വൈകിട്ട് ലേറ്റ് ആകുമ്പോൾ റിവ്യൂ വന്നത്. അപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവർ വർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്തെങ്കിലും മാറ്റാൻ പറയുമ്പോൾ പിന്നെയും അഗൈൻ ഓവർനൈറ്റ് വർക്ക് ചെയ്യുക. ഓഗസ്റ്റിൽ നാട്ടിൽ വരാനിരിക്കെയാണ് അന്ന മരണത്തിന് കീഴടങ്ങിയത്. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയെ പ്രതിരോധത്തിലാക്കുന്നതാണ് സ്ഥാപനത്തിലെ ജീവനക്കാരുടെ മെയിൽ. തൊഴിൽ സമ്മർദ്ദം നിരന്തര സംഭവമെന്ന് കമ്പനി ജീവനക്കാരി നസീറ കാസി കമ്പനി ചെയർമാൻ അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. ആഭ്യന്തര സമിതിക്ക് മുന്നിൽ പരാതി പറഞ്ഞാൽ പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്ന് കമ്പനിയുടെ ചെയർമാൻ രാജീവ് ബേമാനി ജീവനക്കാർക്ക് അയച്ച സന്ദേശത്തിന് ജീവനക്കാരി നൽകിയ മറുപടിയിൽ പറയുന്നു. ചെയർമാൻ ഉൾപ്പെടെ 7 പേർ അയച്ച ഔദ്യോഗിക കത്ത് ചോർന്നതിലാണ് ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചത്. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥരോട് അവധിയിൽ പോകാൻ കമ്പനി നിർദ്ദേശിച്ചു. അന്നയുടെ മാതാപിതാക്കളുടെ ആരോപണം നിഷേധിച്ച കമ്പനി ചെയർമാൻ രാജീവ് ബേമാനി മറ്റ് ജീവനക്കാർക്കുള്ള ജോലികളാണ് അന്നയ്ക്കും അനുവദിച്ചതെന്ന് അറിയിച്ചു. 24 കൊച്ചി. 4 മണിക്കൂർ ഉറങ്ങിക്കോ 18 മണിക്കൂർ പണിയെടുക്കേണ്ടേ എന്ന് പറയുന്ന കമ്പനി ഒരു ജീവനക്കാരി മരിച്ചിട്ടും കമ്പനിയുടെ പ്രശ്നം ആ കത്ത് എങ്ങനെ ചോർന്നു എന്നുള്ളതാണ്. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിലെ ചാർട്ടേഡ് അക്കൗണ്ടായിരുന്ന അന്നയുടെ മരണത്തിൽ മാനേജർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട അമ്മ അനീറ്റ അഗസ്റ്റിൻ കമ്പനിക്ക് കത്തയച്ചു. കടുത്ത തൊഴിൽ സമ്മർദ്ദമാണ് മകൾ നേരിട്ടതെന്ന് പിതാവ് സിബി ജോസഫ് 24-നോട് പറഞ്ഞു. അവധി ദിവസങ്ങളിൽ പോലും മകൾക്ക് ജോലി എടുക്കേണ്ടി വന്നുവെന്നും കമ്പനിയിൽ വ്യക്തമായ സമയക്രമം ഇല്ലെന്നും പിതാവ് പറഞ്ഞു. അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിന് പിന്നാലെയാണ് കമ്പനി മാനേജർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട അമ്മ അനീറ്റ അഗസ്റ്റിൻ കമ്പനിക്ക് കത്തയച്ചത്. കടുത്ത തൊഴിൽ സമ്മർദ്ദമാണ് മകൾ നേരിട്ടതെന്ന് പിതാവ് സിബി ജോസഫ് 24-നോട് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ സാറ്റർഡേ സൺഡേ ഈവൈക്ക് ഹോളിഡേയ്സ്, പക്ഷേ ആ ദിവസങ്ങളിൽ വരെ ഇരുന്ന് അവൾക്ക് ജോലി ചെയ്യണം. അവൾക്ക് ഒറ്റ ദിവസം പോലും അവധി കിട്ടിയിട്ടില്ല. പിന്നെ സാധാരണ ഞങ്ങൾ ക്രിസ്ത്യൻസൊക്കെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്ന സമയമാണ്. അതിന് പോലുമുള്ള സാവകാശം തരാതെ അന്ന് പോലും ഇരുന്ന് അവർ ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിൽ മകൾ നേരിട്ടത് കടുത്ത തൊഴിൽ സമ്മർദ്ദമെന്നാണ് അച്ഛന്റെ വെളിപ്പെടുത്തൽ. അവധി ദിവസങ്ങളിൽ പോലും മകൾ ജോലിയെടുത്തു. കമ്പനിയിൽ വ്യക്തമായ തൊഴിൽ ക്രമം ഇല്ല എന്നും പിതാവ് കുറ്റപ്പെടുത്തി. മറ്റൊരാൾക്കും ഈ അവസ്ഥ വരരുതെന്നും മകളുടെ സംസ്കാരത്തിന് കമ്പനിയിൽ നിന്ന് ഒരാൾ പോലും എത്തിയില്ല എന്നും കുടുംബം കുറ്റപ്പെടുത്തുന്നുണ്ട്. വിഷയത്തിൽ ആരോപണ വിധേയനായ മാനേജറോട് അന്വേഷണം പൂർത്തിയാകും വരെ ജോലിക്ക് ഹാജരാകേണ്ടെന്ന് ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനി നിർദ്ദേശിച്ചു. 24 കൊച്ചി. പണിയെടുപ്പിച്ച് കൊന്നതാണെന്ന് സംശയം.